നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കോൺഗ്രസിനും പങ്കുണ്ടോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കരങ്ങൾ ഇതിൽ ഉണ്ടോ എന്ന് ചില സംശയങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. രാജ്യത്ത് ഒരു കലാപം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ മോദിയെ താഴെ ഇറക്കാൻ വേണ്ടി കോൺഗ്രസ് കളിച്ച ഒരു നീക്കമാണോ എന്നൊരു സംശയമാണ് നേരത്തെ തന്നെ ഉണ്ടായിരുന്നത്. നിലവിൽ കോൺഗ്രസ് പ്രവർത്തകനും ബന്ധമുണ്ടെന്നാണ് CBI ഇപ്പോൾ പറയുന്നത്. അതായത് കോൺഗ്രസ് പ്രവർത്തകനും ലാത്തൂരിലെ ഒരു കോച്ചിംഗ് സെന്റർ ഉടമയുമായ ശിവരാജ് രഘുനാഥ് മോട്ടേഗവാഗർ ആണ് അറസ്റ്റിലായിട്ടുള്ളത്. മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് നേതാവായ അമിത് ദേശ്മുഖിന്റെ അടുത്ത സുഹൃത്താണ് ശിവരാജ് രഘുനാഥ്. അമിത് ദേശ്മുഖിന്റെ വേദി ശിവരാജ് രഘുനാഥ് പങ്കിടുന്നതിന്റെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളടക്കം വൈറലാണ്. ആ യോഗത്തിൽ ദേശ്മുഖ് കുടുംബത്തിൽ നിന്നുള്ള സിന്ദൂരം അടുത്ത 7 ജന്മത്തിലും നെറ്റിയിൽ തൊടാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നാണ് മോട്ടേഗവാഗർ പ്രസംഗിക്കുന്നത് ആ വീഡിയോയിലുള്ളത്. നെറ്റിയിൽ ചുവന്ന സിന്ദൂരം തൊടുന്ന ആളാണ് മോട്ടേഗവാഗർ. മഹാരാഷ്ട്രയിലെ മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രി വിലാസ് റാവു ദേശ്മുഖിന്റെ മകനാണ് അമിത് ദേശ്മുഖ്. ലാത്തൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും 3 തവണ മഹാരാഷ്ട്ര നിയമസഭയിലേക്ക് അമിത് ദേശ്മുഖ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 2024-ൽ അനിൽ ദേശ്മുഖിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ മുഖ്യ പങ്ക് വഹിച്ച ആളാണ് ഈ മോട്ടേഗവാഗർ. രേണുകൈ കരിയർ കോച്ചിംഗ് സെന്റർ അഥവാ RCC എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കോച്ചിംഗ് സെന്റർ ഉടമ മോട്ടേഗവാഗറുമായി അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് അമിത് ദേശ്മുഖ് എന്നതിനാൽ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കുള്ള പ്രേരണ ചെലുത്തിയതിൽ അമിത് ദേശ്മുഖിന് പങ്കുണ്ടെന്നും മഹാരാഷ്ട്രയിലെ BJP ആരോപിക്കുന്നുണ്ട്. ഇതോടെ പേപ്പർ ചോർച്ച നടത്തുന്ന മാഫിയയുടെ യഥാർത്ഥ മുഖം വെളിപ്പെടുത്തുകയാണ്. ഇത് ആസൂത്രിതമായ ഒരു രാഷ്ട്രീയ നീക്കമാണെന്നാണ് സംശയിക്കപ്പെടുന്നത്. വിദ്യാർത്ഥികളുടെ രക്ഷകരായി ചമഞ്ഞ് കോൺഗ്രസ് നീറ്റ് പരീക്ഷയുടെ പേപ്പർ ചോർന്നതിന്റെ പേരിൽ കണ്ണീർ വാർക്കുമ്പോൾ പേപ്പർ ചോർത്താനുള്ള ഗൂഢാലോചനയിൽ കോൺഗ്രസുകാർ പങ്കാളികളാകുന്നുവെന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. നീറ്റ് പരീക്ഷയ്ക്ക് മുമ്പേ ചോർന്ന കെമിസ്ട്രി പരീക്ഷാ പേപ്പർ കോൺഗ്രസ് പ്രവർത്തകനായ ലാത്തൂരിലെ ഒരു കോച്ചിംഗ് സെന്റർ ഉടമ ശിവരാജ് രഘുനാഥ് മോട്ടേഗവാഗറിന്റെ കയ്യിൽ എത്തിയിരുന്നു. ഇന്ത്യക്ക് വേണ്ടി ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന PV കുൽക്കർണിയിൽ നിന്നും പണം നൽകിയാണ് കോൺഗ്രസുകാരനായ ശിവരാജ് രഘുനാഥ് കെമിസ്ട്രി ചോദ്യപേപ്പർ വാങ്ങിയത്. 2026 മെയ് 3-ന് പരീക്ഷ നടത്തുന്നതിന് 10 ദിവസങ്ങൾക്ക് മുമ്പേ ചോർന്ന കെമിസ്ട്രി ചോദ്യപേപ്പർ കോൺഗ്രസുകാരനായ ശിവരാജ് രഘുനാഥ് മോട്ടേഗവാഗറിന്റെ കയ്യിൽ എത്തിയിരുന്നു. കൈകൊണ്ട് എഴുതിയ 132 ചോദ്യങ്ങളടങ്ങിയ കെമിസ്ട്രി ചോദ്യപേപ്പറിന്റെ 36 കോപ്പികൾ മോട്ടേഗവാഗറിന്റെ മൊബൈലിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. നീറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ച 111 ചോദ്യങ്ങളും ഇതിൽ നിന്നുള്ളവയായിരുന്നു. നീറ്റ് പരീക്ഷയ്ക്ക് 10 ദിവസം മുമ്പ്, അതായത് ഏപ്രിൽ 23-ന് തന്നെ ഈ ചോർന്ന കെമിസ്ട്രി ചോദ്യപേപ്പറിന്റെ ഫോട്ടോ എടുത്തിരുന്നു. 5 ലക്ഷം രൂപ നൽകിയാണ് കോൺഗ്രസുകാരനായ മോട്ടേഗവാഗർ ഈ ചോർന്ന കെമിസ്ട്രി ചോദ്യപേപ്പർ വിലയ്ക്ക് വാങ്ങിയത്. അത് നീറ്റ് പരീക്ഷ തയ്യാറാക്കുന്ന ആ വ്യക്തിയുടെ കയ്യിൽ നിന്നും. ഈ ചോദ്യങ്ങൾക്ക് കൈകൊണ്ട് എഴുതിയ നോട്ടുകളും കോൺഗ്രസുകാരനായ മോട്ടേഗവാഗർ തയ്യാറാക്കിയിരുന്നു. മോട്ടേഗവാഗറിന്റെ മകൻ PV കുൽക്കർണിയുടെ കോച്ചിംഗ് ക്ലാസ്സിൽ ചേർന്നതായും പറയുന്നുണ്ട്. അവിടെ നിന്നാണ് മകൻ ഈ ചോർന്ന കെമിസ്ട്രി ചോദ്യപേപ്പർ കിട്ടിയത്. ചോദ്യപേപ്പറുകൾ ചോർന്നത് കോച്ചിംഗ് സെന്ററുകൾ വഴിയാണോ എന്നും കരുതപ്പെടുന്നുണ്ട്. ഇതിനർത്ഥം കോൺഗ്രസുകാരനായ ശിവരാജ് രഘുനാഥ് മോട്ടേഗവാഗറിനും അതോടൊപ്പം തന്നെ പേപ്പർ ചോർത്തുന്ന ലോബിയുമായി ബന്ധമുണ്ടെന്ന് ഇത് തെളിയിക്കുകയാണ്. എന്തായാലും ഈ ചോദ്യപേപ്പർ ചോർച്ചയിൽ കോച്ചിംഗ് സെന്ററുകളുടെ പങ്ക് തീർച്ചയായും CBI പുറത്തേക്ക് കൊണ്ടുവരും. ഇതിനോടൊപ്പം പേപ്പർ ചോർത്തുന്നതിന്റെ ഇടനിലക്കാരായി പ്രവർത്തിച്ചവരെയും പിടികൂടും. എന്തായാലും പ്രധാന പ്രതിയായ 13 പേർ കസ്റ്റഡിയിലാണ്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ട് ഇരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.